ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സച്ചി ജയിലിലാണെന്നുള്ള സത്യം മനസ്സിലാക്കിയ ചന്ദ്ര രേവതിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. രേവതിയോട് പറയുന്നുണ്ട്, നിനക്കെന്താടി ഇത്ര മടി സച്ചി ജയിലിലാണെന്ന് പറയാൻ? അവന് ജയിലിൽ കിടക്കുന്നത് സാധാരണമല്ലേ, ഇടക്കിടക്ക് പോയി വരുന്നതല്ലേ അവൻ ജയിലിൽ. അപ്പോൾ പിന്നെ ആ സത്യം പറഞ്ഞാൽ നിനക്കെന്താ കുഴപ്പം എന്നൊക്കെ ചന്ദ്ര ചോദിച്ച് കളിയാക്കുന്നുണ്ട് രേവതിയെ. അപ്പോൾ സുധിയും കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ട്. അമ്മേ, നമ്മൾ സത്യം മനസ്സിലാക്കിയത് കൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ അവൾ ഇതുപോലെ വന്ന് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ചാനേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി തലകുനിച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഈ സത്യം ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നാണോടി നീ ആലോചിക്കുന്നത്? എന്നോടേ വർഷയുടെ അമ്മ വന്ന് പറഞ്ഞതാ. നിനക്ക് നാണമില്ലേടി വർഷയെ വിളിച്ച് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട്? വർഷയാണെങ്കിൽ വർഷയുടെ അമ്മേനെ വിളിച്ച് സഹായം ചോദിച്ചു. അവർക്കത് പറ്റില്ല എന്നും പറഞ്ഞു. മോൾ എന്തു കാര്യത്തിനാണ് ഇവരെ സഹായിക്കാൻ നടക്കുന്നത്? അവൻ എന്തെങ്കിലും റൗഡിത്തരം കാണിച്ച് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതായിരിക്കുള്ളൂ അവനെ പിടിച്ച് ജയിലിലിട്ടേക്കുന്നതെന്നൊക്കെ ചന്ദ്ര പറയുവാണേ. ശ്രീകാന്ത് ചന്ദ്രയോട് ചൂടാവുന്നുണ്ടേ. അമ്മേ, സത്യത്തിൽ എന്താ നടന്നതെന്ന് അറിയാതെ സച്ചിയേട്ടൻ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ എന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, എന്ത് നടക്കാനാടാ, അവൻ കള്ളും കുടിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതായിരിക്കുള്ളൂ പോലീസ് പിടിച്ച് അകത്തിട്ടെന്ന് പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രീകാന്തെ, എൻ്റെ സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാതെയാണോ സച്ചിയെ പോലീസ് പിടിച്ച് ജയിലിലിട്ടേക്കുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതിക്കാണെങ്കിൽ സത്യങ്ങൾ പറയാനും പറ്റാത്ത അവസ്ഥയാണല്ലോ. തൻ്റെ അനിയനെ പറ്റിയിട്ട് അല്ലെങ്കിൽ തന്നെ ചന്ദ്രക്ക് മോശം അഭിപ്രായമാണ്. ഇനി ഇതും കൂടി പറഞ്ഞാൽ അനിയനും കൂടി ചീത്തപ്പേരാവുമല്ലോ എന്ന് ഓർത്തിട്ട് രേവതി സത്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടാളും കാരണം എനിക്കെന്നും അപമാനമേ ഉണ്ടായിട്ടുള്ളൂ. വർഷയുടെ അമ്മ വന്ന് എന്നെ ചോദ്യം ചെയ്തിട്ടാണ് പോയത്. ഇതുപോലൊരു പ്രശ്നക്കാരനുള്ള വീട്ടിലെ എൻ്റെ മോളെ കെട്ടിച്ചു വിട്ടല്ലോ, ഇതുപോലുള്ള വിഷയങ്ങൾക്കൊന്നും ഞങ്ങളോട് സഹായം ചോദിച്ച് വരരുതെന്നൊക്കെ മഹിമ പറഞ്ഞു എന്ന് പറഞ്ഞ് ചന്ദ്ര പൊട്ടിത്തെറിക്കുവാണ്. എനിക്കാണെങ്കിൽ മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയുമായി പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. ശ്രീകാന്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുവാണേ. അവരെന്തിനാ ഇങ്ങനെയൊക്കെ വന്ന് ഇവിടെ പറഞ്ഞിട്ടും പോയത്? വർഷേ, നിൻ്റെ അമ്മക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം, അല്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുതെന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ശ്രീകാന്തെ, അമ്മ അത് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഓർത്തോ, എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. മഹിമ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, നാട്ടുകാർ മൊത്തം ഇത് തന്നെയാണ് പറയുന്നത്. ഇനി ഇവരെ കൊണ്ട് ഇനി എപ്പോഴൊക്കെ അപമാനപ്പെടാൻ പോകുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. സച്ചി ഇങ്ങനെ എല്ലാവരും കൂടി അപമാനപ്പെടുത്തി സംസാരിക്കുന്നത് കാണുമ്പോഴേക്കും രേവതിക്ക് സങ്കടമാവുകയാണ്, ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ലാസ്റ്റ് നിവൃത്തിയില്ലാതെ രേവതി സത്യങ്ങളൊക്കെ തുറന്നു പറയുവാണ്. അച്ഛാ, സച്ചിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛാ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ മോളെ അവനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, എല്ലാം എൻ്റെ അനിയനെ വേണ്ടിയാണ്, അവന് കോളേജിൽ എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ രേവതി പറയുവാണ്. സച്ചിയേട്ടൻ അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൾ എൻ്റെ അനിയനോട് ഇനി മുതൽ കോളേജിൽ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിക്കുവാണ്. ശരി, നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ അഭിനയിച്ചത്, പക്ഷേ നിങ്ങൾക്കത് വേറൊരു വഴി കൂടി, നല്ലൊരു വഴി കൂടി ഇത് ചെയ്തുകൂടായിരുന്നു എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നില്ലേ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ ഓർത്തില്ല അച്ഛാ എന്ന് പറയുമ്പോഴേക്കും, അവൻ മുന്നും പിന്നും ആലോചിക്കാതെ ഓരോന്നൊക്കെ എടുത്തു ചാടി ചെയ്യും, പക്ഷെ നീ അങ്ങനെയല്ലല്ലോ മോളെ, നിനക്ക് എങ്കിലും ഒന്ന് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്തോടായിരുന്നോ എന്നൊക്കെ രേവതിയോട് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ. ഇങ്ങനെയൊക്കെ ചെയ്യരുതെന്ന് മോൾ അവനോട് പറയണമായിരുന്നു. ഈ വിവരം മഹിമ വന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ സ്റ്റേഷനിൽ വന്നായിരുന്നു, പക്ഷേ മോളെ അവിടെ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ പ്രിൻസിപ്പളിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി കോളേജിൽ പോയതാ, പക്ഷേ അയാളെ കാണാൻ പറ്റില്ല. അതുമാത്രമല്ല സ്റ്റേഷനിലും ഒരുപാട് സംസാരിച്ച് നോക്കി, SI വരാതെ വിടാൻ പറ്റില്ലെന്നൊക്കെയാണ് അവർ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും സുധി കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ട്. അച്ഛാ, അവൻ എങ്ങനെ വിടാനാ? അവൻ സ്റ്റേഷനിലെ സ്ഥിരം കസ്റ്റമർ അല്ലേ, അവനെ അങ്ങനെ അവർ പെട്ടെന്നൊന്നും വിടാനൊന്നും പോകുന്നില്ല. സച്ചി ചെയ്ത കാര്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ അവർക്കൊരു ബുക്ക് തന്നെ പബ്ലിഷ് ചെയ്യാമെന്നൊക്കെ സുധി പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും, സുധിയേട്ടാ, സച്ചിയേട്ടൻ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഏതാടാ നല്ല കാര്യം? ഇവളുടെ അനിയൻ മര്യാദക്ക് കോളേജിൽ കയറിയില്ല, അടിച്ചു പൊളിച്ച് പുറത്ത് കറങ്ങി നടന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഗതിയെ വരത്തുള്ളൂ. കോളേജിൽ നിന്ന് പ്രിൻസിപ്പൾ പിടിച്ച് പുറത്താക്കും. അതിന് ഈ സച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്? ഇത് നല്ല കാര്യമാണോ? നിങ്ങൾ കൊണ്ടുവന്ന മരുമോള് കാരണം നോക്ക്, ഇവളുടെ കുടുംബത്തിന് വേണ്ടി സച്ചി ഇപ്പോൾ ജയിലിൽ കിടക്കുക. ഇവള് കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുവാണെന്നൊക്കെ ചന്ദ്ര ചൂടാവുകയാണ് രേവതിയോട്. ഞാനും ഒരു മരുമോളെ ഈ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, അവൾ കാരണം ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഇതേവരെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ രേവതി രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ, സച്ചിയേട്ടനെ നാളെ രാവിലെ വിടാമെന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, എന്തായാലും ഇന്ന് രാത്രി അവൻ അവിടെ തന്നെ കിടക്കണ്ടേ? നിന്നെ ഈ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ
പേരിൽ ഇങ്ങേരും സ്റ്റേഷനിൽ പോയി കെഞ്ചേണ്ടി വന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരും മൊത്തം കുടുംബക്കാരും സ്റ്റേഷനിൽ പോയി ഇരിക്കേണ്ടി വരും എന്നാ തോന്നുന്നതെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. രേവതി, നീ ചെയ്തത് തെറ്റ് തന്നെയാ. സച്ചി മുന്നും പിന്നും ആലോചിക്കാതെ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് പോലും ഓർക്കാതെ ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യും. നീയെങ്കിലും അതേപ്പറ്റി ആലോചിക്കണമായിരുന്നു. ഇത് വേണ്ടാന്ന് അവനോട് നിർബന്ധമായിട്ടും പറയണമായിരുന്നു എന്നൊക്കെ രവീന്ദ്രൻ രേവതിയോട് ചൂടാവുന്നുണ്ട്. നിന്റെ അനിയനെ കോളേജിൽ വീണ്ടും ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അയാളോട് പോയി മര്യാദക്ക് കാര്യങ്ങൾ പറഞ്ഞ് തുറന്നു പറഞ്ഞ് സംസാരിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ആളെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കണമായിരുന്നു. അതല്ലെങ്കിൽ എന്നോട് കാര്യം പറയായിരുന്നു. ഞാൻ പോയി അയാളോട് സംസാരിക്കില്ലായിരുന്നു. അതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് വന്ന് നിൽക്കുവാന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചൂടാവുകയാണ് രേവതിയോട്. ഇതിപ്പോൾ ആ പ്രിൻസിപ്പളിനെയും പറ്റിക്കുന്ന പോലെ ആയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ കുടുംബത്തോട് എനിക്കും സ്നേഹമുണ്ട്. എന്നോടെങ്കിലും നിനക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറയാമായിരുന്നു. അല്ലെങ്കിൽ എല്ലാം പറയാറുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യില്ലായിരുന്നോ? ഇതിപ്പോൾ സച്ചി ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. പക്ഷേ മോളെ, നീ ഇത് ചെയ്തത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്നും പോവുകയാണ്. രേവതി ഇങ്ങനെ നിന്ന് കരയുവാണ്. ചന്ദ്ര ഇത് കണ്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, എടാ ശ്രുതി, നിന്റെ അച്ഛൻ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടും പോകുന്നത്. അപ്പോൾ ശ്രുതി ചോദിക്കും, അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചാൽ? അല്ല, ആദ്യമായിട്ടാണ് ഇവളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവള് ചെയ്ത കാര്യം തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു. ഇന്നിവിടെ മഴ പെയ്യുമെന്ന് തോന്നുന്നു എന്നൊക്കെ ചന്ദ്ര കളിയാക്കുവാണ്. എന്നിട്ട് രേവതിയെ വിളിച്ച് പറയുന്നുണ്ട്, മതിയടി നിന്റെ കള്ളക്കരച്ചിൽ. ഇപ്പോഴാണ് നിന്റെ സ്വഭാവമൊക്കെ അങ്ങേർക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. തലേ കയറ്റി വെച്ച മരുമോളെ ചീത്ത പറഞ്ഞിട്ട് പോയിരിക്കുന്നു. നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിൻ്റെ കുറ്റബോധം ഇനി അങ്ങേർക്ക് ഉണ്ടായിക്കോളും എന്നൊക്കെ ചന്ദ്ര പറയുവാണ്. റൂം കെട്ടാൻ പോകുന്നു, വീട് കെട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ റൂമിൽ പോയി കമ്പി എണ്ണിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കിത് വേണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്നും പോകുവാണ്. രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും രേവതി പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ്. അവിടെ ശരത്തും ദേവും ഒക്കെ നിൽക്കുന്നുണ്ടാവും. രേവതി അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എപ്പോൾ എത്തിയെന്ന് പറയുമ്പോൾ ദേവ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇവൻ കാരണം ഇപ്പോൾ സച്ചി ഏട്ടൻ ജയിലിൽ കിടക്കുവാന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇങ്ങനൊരു ഡ്രാമ കളിച്ചു കഴിഞ്ഞാൽ ഇവനെ പ്രിൻസിപ്പൾ പരീക്ഷ എഴുതാൻ സമ്മതിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ പ്രിൻസിപ്പൾ ആകട്ടെ സച്ചിയേട്ടനെ പിടിച്ച് ജയിലിലാക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവ് പറയും, എല്ലാം ഇവൻ കാരണമാണ്. ആ ആൻ്റണിയുമായി ചേർന്ന് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കോളേജിലും പോവാതെ നടന്നു. ഇപ്പോൾ നിനക്ക് വേണ്ടി സച്ചിയേട്ടൻ ജയിലിൽ കിടക്കുവാന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, വിടുമോളെ ദേവു, ഇങ്ങനെ നടക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇന്ന് സച്ചിയേട്ടനെ വിടുമെന്ന് തോന്നുന്നു അല്ലേ ജയിലിൽ നിന്ന്? അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, നമുക്ക് ഇൻസ്പെക്ടറെ കണ്ട് സത്യങ്ങൾ പറയാം. സച്ചിയേട്ടനെ എന്തായാലും വിടും ചേച്ചി എന്നൊക്കെ പറയുവാണ്. ഇൻസ്പെക്ടർ അവിടെ ഉണ്ടോയെന്നോ രേവതി പോയി അന്വേഷിക്കുമ്പോഴേക്കും ആ അകത്തുണ്ട്, കയറി കണ്ടോളൂ എന്ന് പറയുവാണേ. അങ്ങനെ ഇവർ 3 പേരും കൂടി സ്റ്റേഷൻ്റെ അകത്തോട്ട് കരഞ്ഞുകൊണ്ട് ഓടുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മാഡം, എൻ്റെ സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞായിരുന്നു, ഏതോ കോളേജിൽ പഠിക്കുന്ന പയ്യന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ എന്ന് പറയുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അതേ മാഡം, എനിക്ക് വേണ്ടിയിട്ടാണ് സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ അഭിനയിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അതിനിങ്ങനെ നടു റോട്ടിൽ നിന്ന് പ്രശ്നമുള്ളതുപോലെയൊക്കെ കാണിക്കണമായിരുന്നു. അല്ലെങ്കിൽ കോളേജിൽ പോയി നിങ്ങൾ സംസാരിക്കണമായിരുന്നു. അതൊക്കെ കളഞ്ഞിട്ട് ഇവിടെ റോട്ടിൽ വന്ന് നിന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ട്. തെറ്റാണ് മാഡം, എൻ്റെ അനിയൻ്റെ പഠിത്തം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അതിനിങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ഞാനിപ്പോൾ അയാളെ വിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ തുറന്നു വിടാൻ വേണ്ടി പോവുകയാണേ. അപ്പോഴേക്കും സച്ചി അവിടെ ലോക്കപ്പിൽ കിടക്കുന്നത് കാണുമ്പോഴേക്കും രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. സച്ചിയെ തുറന്നു വിട്ടിട്ട് പോലീസ് പറയുന്നുണ്ട്, എടോ എഴുന്നേറ്റോ, തന്നെ വിട്ടിരിക്കുന്നു, വീട്ടിൽ പോയിക്കോ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് സച്ചി കാണുന്നത്. സച്ചി പറയുന്നുണ്ട്, എന്തിനാ രേവതി ഇങ്ങനെ കരയുന്നത്? ഞാൻ പറഞ്ഞില്ല എന്നെ രാവിലെ തന്നെ വിടുമെന്ന്. ഞാൻ രാത്രി തന്നെ മാഡത്തിനോട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോയതാണ്. പക്ഷേ മാഡം കേട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ദേ, ഇനി മേലാൽ ഇതുപോലെ റോട്ടിൽ കിടന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇപ്പോൾ വെറുതെ വിട്ടു എന്ന് പറഞ്ഞ് ഇനി ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായാൽ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല മാഡം എന്ന് പറഞ്ഞിട്ട് അവിടെ സൈൻ ചെയ്യിപ്പിച്ചിട്ട് സച്ചിയെ വിടുവാണ്. പുറത്തെത്തി കഴിയുമ്പോൾ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, എന്തിനാ രേവതി നീ കരയുന്നത്? പേടിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, ഇതൊക്കെ ഞാൻ എൻ്റെ അനിയന് വേണ്ടി ചെയ്തതാണെന്നെങ്കിലും പറയാം. പക്ഷേ സച്ചിയേട്ടൻ എന്തിനാ ഇതിനൊക്കെ കൂട്ടുനിന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കണ്ടോ, ഇപ്പോൾ ചേച്ചി അനിയനൊക്കെ ഒറ്റക്കെട്ടായി, നമ്മളെ ഇപ്പോൾ പുറത്താക്കി എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയും, അയ്യോ സച്ചിയേട്ടാ, രേവതി ചേച്ചി അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, രക്തബന്ധമല്ലേ, അതുകൊണ്ടൊക്കെ വായിന്ന് അങ്ങനെ വരുന്നതാന്നൊക്കെ ദേവ് പറയുന്നുണ്ട്. ശരത്തൊന്നും മിണ്ടാതെ ഇങ്ങനെ തലകുമ്പിട്ട് നിൽക്കുവാണ്. സച്ചി പറയുന്നുണ്ട്, ദേവും ഇപ്പോൾ രേവതിയെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. രക്തബന്ധത്തിൽ മാത്രമേ സ്നേഹമുള്ളൂ, ബാക്കിയുള്ള ബന്ധങ്ങൾക്കൊന്നും സ്നേഹം പാടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും ഞങ്ങളുടെ കുടുംബം തന്നെയാണെന്ന്. ഇവൻ പഠിച്ച് വലിയ ആളായി കഴിഞ്ഞാൽ അതിലെനിക്കും സന്തോഷം കാണില്ലേ? എനിക്കില്ലേ അതിൻ്റെ അഭിമാനം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്.
ശരത്ത് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഞാൻ സച്ചിയേട്ടനെ ഒരുപാട് മര്യാദയില്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ചു, ഒരുപാട് അപമാനിച്ചു, എന്നോട് ക്ഷമിക്കണം സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെ കാല് പിടിച്ച് കരയാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചി, എന്താ ശരത്ത് ഇത്, ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞ് ശരത്തിനെ കെട്ടിപ്പിടിക്കുവാണേ സച്ചി. എന്തിനാ ഇങ്ങനെ കാലിലൊക്കെ പിടിക്കുന്നേ? എത്ര പ്രാവശ്യം നീ സോറി ചോദിക്കും? നിനക്ക് വേണ്ടി നിൻ്റെ ചേച്ചി തല വരെ പൊട്ടിച്ച് ചോര വരെ വന്നു. ഞാനാണെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. ഇതൊക്കെ നിൻ്റെ മനസ്സിൽ വേണം. ഇനി ഒരിക്കലും ആൻ്റണിയെ പോലുള്ള കൂട്ടുകെട്ടി ചെന്ന് വീഴരുത്. നല്ലോണം പഠിക്കണം, നല്ല നിലയിലെത്തണം എന്നൊക്കെ സച്ചി ഉപദേശിക്കുവാണ് ശരത്തിനെ. ശരി സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് ശരത്ത് കരയുവാണ്. അപ്പോൾ സച്ചി പറയും, നിങ്ങൾക്കൊക്കെ ജോലിക്ക് പോകാനില്ലേ, നിനക്ക് കോളേജിലും പോകണ്ടേ, പോ ഇവിടെ നിന്ന് സമയം കളയല്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും പറഞ്ഞു വിടുവാണേ. എല്ലാവരും പോകുമ്പോഴേക്കും രേവതി സച്ചിയോട് പറയുന്നുണ്ട്, എല്ലാം ഞാൻ കാരണമാണ് സച്ചിയേട്ടാന്ന് പറയുമ്പോൾ, എന്ത് നീ കാരണമാണെന്ന്. ഇല്ല സച്ചിയേട്ടാ, ഇന്നലെ അച്ഛൻ എന്നോട് ഒരുപാട് ചൂടായി എന്നൊക്കെ പറയുമ്പോഴേക്കും, അച്ഛൻ ഇന്നലെ സ്റ്റേഷനിലും വന്നായിരുന്നു, വാ നമുക്ക് എന്താണെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും കൂട്ടി പോവാണ് സച്ചി. വീട്ടിലെത്തുമ്പോഴേക്കും ചന്ദ്ര രേവതിയോട് ചൂടാവുന്നുണ്ട്. എവിടെയായിരുന്നടി നീ, രാവിലെ എഴുന്നേറ്റ് പോയതാ, ഇപ്പോൾ സമയം എത്ര ആയെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ പിന്നെ സച്ചേട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ. കൂട്ടിക്കൊണ്ടുവരാൻ എന്താ, ഇവനെന്താ സ്കൂളിൽ നിന്ന് വിടുന്ന കുട്ടിയോ, പോലീസ് സ്റ്റേഷനിലായിരുന്നില്ലേ? എത്ര നാൾ കഴിഞ്ഞാലും ഈ ഒരു കാര്യത്തിന് മാത്രം ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോഴേക്ക് രവീന്ദ്ര വരുന്നുണ്ട്. രവീന്ദ്രനോട് ചന്ദ്ര പറയുന്നുണ്ട്, ദേ നോക്കിക്കേ, ജയിലിൽ പോയാൽ നമ്മുടെ പുഞ്ഞാര മോൻ തിരിച്ചു വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി വരുവാണ്. അമ്മേ, നേരെ ഉത്തരം ആയല്ലോ, ഇതുവരെ കോഫിയൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ഞാൻ എന്ത് ചെയ്യാനാടാ, ദേ മഹാറാണി ഈ ത്യാഗിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. നിന്റെ ഭാര്യയോട് പോയി കോഫി ഇടാൻ പറയടാ, എല്ലാ ജോലിയും രേവതി തന്നെ ചെയ്യണമെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, നിങ്ങളുടെ പ്രശ്നം മറയ്ക്കാൻ വേണ്ടി വേറൊരു വിഷയം ഇപ്പോൾ ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുവാന്നൊക്കെ രവീന്ദ്രനോട് പറയുന്നുണ്ട് ചന്ദ്ര. നിന്നെ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നീ നന്നാവാനും പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സച്ചി, നിങ്ങൾ മുകളിൽ മുറി കെട്ടുന്നതിന് പകരം സ്റ്റേഷനിൽ ഒരു സെല്ല് സ്വന്തമായിട്ട് എടുക്ക്, നീ ഇടക്കിടക്കൊക്കെ അങ്ങോട്ടേക്ക് പോയി വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കളിയാക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, കളിയാക്കിക്കോ, എല്ലാം എൻ്റെ നേരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ആരതി എടുത്ത് ഒഴിഞ്ഞിടാൻ വേണ്ടി സച്ചിയെ കൊണ്ടുവരുവാണ്. എന്നിട്ട് ആരതി ഒഴിയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്തോ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ മേടിച്ചുകൊണ്ട് വന്നതുപോലെയാണ് അവൾ ഒഴിഞ്ഞിട്ടൊക്കെ സച്ചിയെ കയറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ചന്ദ്രയൊക്കെ. അപ്പോൾ സച്ചി വന്ന് പറയുന്നുണ്ട്, അച്ഛാ, ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടി കള്ളത്തരം പറയുന്നതിൽ തെറ്റില്ലെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കള്ളമൊന്നും പറഞ്ഞില്ല അച്ഛാ, ചെറിയൊരു നാടകം അവതരിപ്പിച്ചതാ, പക്ഷെ അതിങ്ങനെയായി പോയി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ്. ഇവളുടെ കുടുംബത്തിലെ എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നവരാ, ഇവിടെ വന്നൊരു പാവത്തെ പോലെ അഭിനയിച്ച് ഇവിടെ കഴിഞ്ഞുകൂടുക. ഇവനാണെങ്കിലോ പോലീസ് സ്റ്റേഷനിൽ പോയി ശീലമായിട്ടുണ്ട്. രണ്ടുപേരും നല്ല ജോഡികളാന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ എന്ത് ചെയ്യാനാ, ഞങ്ങളെ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും പോലീസുകാരെ ഞങ്ങളെ പിടിച്ചോണ്ട് പോകും. പക്ഷെ ഇവിടെ തെറ്റ് ചെയ്തിട്ടും പിടിക്കപ്പെടാതെ പോകുന്ന കുറച്ച് കള്ളന്മാരുണ്ടെന്നൊക്കെ ശ്രുതിയും നോക്കി പറയുന്നുണ്ട് സച്ചി. അവരെയൊന്നും ആരും പിടിക്കുന്നില്ല എന്ന് പറയുവാണ്. ഇവൻ തെറ്റ് ചെയ്താലും സമ്മതിച്ചു തരാനൊന്നും പോകുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. വാ ശ്രുതി, നമുക്ക് അകത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് ചന്ദ്ര അവരെയും കൂട്ടി പോവാണ്. അപ്പോൾ സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട്, എന്താ അച്ഛ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛ, എന്നോട് സംസാരിക്കച്ഛ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തേ. അപ്പോൾ രേവതിയും വന്ന് പറയുന്നുണ്ട്, അതെ അച്ഛ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് രവീന്ദ്രൻ്റെ കാല് പിടിച്ച് കരയുവാണ് രണ്ടുപേരും. അപ്പോഴേക്ക് രവീന്ദ്രൻ, എന്തായി കാണിക്കുന്നേ, എഴുന്നേക്കെന്ന് പറഞ്ഞ് അവരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ശരത്തിൻ്റെ പഠിത്തം മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇൻസ്പെക്ടർ പുറത്തു പോയായിരുന്നു, അത് വരാൻ താമസിച്ചു, അല്ലെങ്കിൽ എന്നെ രാത്രി തന്നെ വിട്ടാനായിരുന്നു. അച്ഛൻ്റെ പേരൊന്നും ചീത്താക്കാൻ വേണ്ടിയിട്ടല്ല അച്ഛൻ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ടാണ് സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, അച്ഛൻ സച്ചിയേട്ടനോട് ദേഷ്യപ്പെടരുതെന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചിയെപ്പറ്റി എനിക്കറിയാം, ഇങ്ങനൊരു കാര്യം ഇതുപോലെയാണോ, ഡ്രാമ കളിച്ചാണോ ഹാൻഡിൽ ചെയ്യേണ്ടത്, രണ്ടുപേരും കുറച്ച് ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അച്ഛനല്ലേ അച്ഛാ പറഞ്ഞ അവരുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും ഒന്നാണെന്ന്. രേവതിയുടെ അനിയനെന്ന് പറയുമ്പോൾ എൻ്റെ അനിയനും കൂടിയല്ലേ അച്ഛാ, ശരത്ത് പഠിക്കണം, അതിനു വേണ്ടിയാണ് അച്ഛൻ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീയൊരു നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കും ഇത് ചെയ്തത്, പക്ഷെ ആ ചെയ്ത രീതി ശരിയല്ല സച്ചി. ഇങ്ങനെ അഭിനയിച്ച് നേടുന്ന വിജയമൊന്നും അധികം നാൾ കയ്യിലിരിക്കത്തില്ല, എല്ലാം ഒരു നല്ല വഴിയിലൂടെ ചെയ്യണം, അതേ നമുക്കെന്നും ശാശ്വതമായിട്ട് ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. നേർവഴിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്.
ഇതിനെപ്പറ്റിയാണ് അച്ഛൻ ആ രാത്രി ജയിലിൽ കിടന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ശരി ശരി, നിങ്ങളകത്ത് പോയി, നീ ജയിലിൽ നിന്നൊക്കെ വന്നതല്ലേ, പോയി ഫ്രഷ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ നോക്കുന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ സമാധാനിപ്പിച്ച് വഴക്കൊക്കെ മാറി പോകുവാണ്. അപ്പോൾ സച്ചി പറയും, കണ്ടോ എൻ്റെ അച്ഛൻ്റെ ദേഷ്യം മാറി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എല്ലാം ഞാൻ കാരണമല്ലേ സച്ചി ഏട്ടാ, ഇനി എല്ലാ കുറ്റങ്ങളും നീ എടുത്ത് തലയിൽ വെക്ക്, അങ്ങനെയൊന്നുമില്ല, നീ വന്ന് എനിക്കൊരു കഴിക്കാനൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുമെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ പോയി കുളിച്ചിട്ട് വാ, ഞാൻ എല്ലാം റെഡിയാക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് ജോലിക്ക് പോകാൻ റെഡിയാവുകയാണ്. അപ്പോഴേക്കും വർഷ അവിടെ പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങുവാണ്. വർഷ ചോദിക്കുന്നുണ്ട് എഴുന്നേൽക്കുമ്പോഴേക്കും, ശ്രീകാന്ത് ഇത് എങ്ങോട്ടാന്ന് പറയുമ്പോഴേക്കും, ഈ ടൈമിൽ ഞാൻ എങ്ങോട്ട് പോകാനാ, ജോലിക്ക് പോകുകയെന്ന് പറയുമ്പോഴേക്കും, വൈഫ് ഇവിടെ പനിയായിട്ട് കിടക്കുന്നു, ശ്രീകാന്തിന് എൻ്റെ കൂടെ ഇരിക്കണമെന്ന് തോന്നലൊന്നുമില്ലേ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് തൊട്ട് നോക്കുന്നുണ്ട്. ശരിയാണല്ലോ, നല്ല പനിയുണ്ടല്ലോ, ഇപ്പോഴാണല്ലോ നീ ഇതൊക്കെ അറിയുന്നതെന്നൊക്കെ പറഞ്ഞ് വർഷ ചൂടാവുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും, ഹോസ്പിറ്റലിൽ പോയാലോ? ഹേയ് വേണ്ട, ശ്രീകാന്ത് എൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, അയ്യോ എനിക്ക് ഹോട്ടലിൽ വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട്, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, നിനക്ക് എന്നെ കെയർ ചെയ്യണമെന്നൊന്നുമില്ലേ, വീട്ടിൽ എനിക്ക് വയ്യാതായ എൻ്റെ അമ്മ കൂടെ തന്നെ ഉണ്ടാവും, ഞാൻ ഒറ്റക്കൊന്നും ഇരിക്കില്ല, ഇവിടെയും അങ്ങനെ തന്നെ, എനിക്ക് നീ എൻ്റെ കൂടെ ഉണ്ടാവണം, വിളിച്ച് ലീവ് പറയാന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, വർഷ അത് പിന്നെ തനാ വിളിക്കാമെന്ന് പറയുമ്പോഴേക്കും പ്രിയ ഇങ്ങോട്ടേക്ക് വിളിക്കുവാണ്. പ്രിയ പറയുന്നുണ്ട്, ശ്രീകാന്ത് നീ ഇതുവരെ ഇറങ്ങിയില്ലേ? അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് ലീവ് തരാമോ? ലീവോ? ഇന്ന് എന്ത് വലിയ ഓർഡറാണ് വന്നിരിക്കുന്നതെന്ന് ശ്രീകാന്തിനെ അറിയാലോ, എത്രയും പെട്ടെന്ന് വരാൻ നോക്കുമെന്ന് പറയുമ്പോഴേക്കും വർഷക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, അതിനെ ഇവിടെ വന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് വർഷയല്ലല്ലോ, ശ്രീകാന്തല്ലേ, ശ്രീകാന്ത് എളുപ്പം വാ, ഇത് ഞാൻ എടുക്കുന്ന ആദ്യത്തെ ഓർഡറാണ്, ശ്രീകാന്ത് ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ പറയുവാണ്. ശ്രീകാന്ത് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പോയിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.